കൂട്ടുകാരെ, എല്ലാവർക്കും ആത്മാരമ്യ വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രമ്യ. ഇന്ന് നമ്മൾ കവറ് പാലിൽ നിന്ന് തൈര്, വെണ്ണ, നെയ്യ് അതെല്ലാം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണുന്നത്. ഇതാണ് ഞങ്ങൾ വാങ്ങിക്കുന്ന കവറ് പാല്. ഇത് പശുവും പാലാണ്. കിട്ടുമ്പോൾ തന്നെ ഫ്രീസറിലോട്ട് വെക്കും. അതിനുശേഷം അത് മെൽറ്റാക്കിയിട്ട് തിളപ്പിക്കും. അപ്പോൾ വെണ്ണ എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടാനായിട്ട് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പാല് തിളപ്പിച്ചെടുക്കുമ്പോൾ എന്നിട്ട് പാല് തിളപ്പിച്ച് അത് ചൂടോടുകൂടിയാകുമ്പോൾ നമുക്ക് കിട്ടില്ല. ഇങ്ങനെ കട്ട് ചെയ്ത് കട്ടായി ഇങ്ങനെ പോകും നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറി കഴിയുമ്പോൾ അതിനൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഇതിന് മുകളിൽ നല്ല തിക്ക് ലെയറായിട്ട് മുകളിൽ വന്നിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ല സുഖമാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും അത് കട്ട് ചെയ്തിട്ട് വേറെ പാത്രത്തിൽ വയ്ക്കും. ഇങ്ങനെ കിട്ടുന്ന ഓരോ ദിവസത്തെയും പാലിൻ്റെ പാടകൾ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും. എന്നിട്ട് അതൊരു ക്വാണ്ടിറ്റി ആയി കഴിയുമ്പോഴാണ് നമ്മൾ അതിന് കുറച്ച് തൈര് അതിനകത്തിട്ട് വെക്കുമ്പോഴത്തേക്കും ആ പാൽപ്പാട നമുക്ക് വെണ്ണയായിട്ട് കിട്ടും. അത് വെണ്ണയായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വെണ്ണയായിട്ട് ഉപയോഗിക്കാം. പക്ഷെ വെണ്ണ ഉപയോഗം ഇവിടെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതലും നെയ്യ് ഉണ്ടാക്കാനായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ കിട്ടുന്ന ഇതെങ്ങനെ, പിന്നെ ഈ അരിച്ചു വെച്ച പാലുണ്ടല്ലോ, ബാക്കി കട്ട് ചെയ്ത പാല്, അതാവുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൈരുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് പാൽപ്പാട ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഫാറ്റ് ഉണ്ടാവില്ല. ഫാറ്റ് ഇല്ലാത്ത ടൈപ്പ് മോരായിരിക്കും നമുക്ക് കിട്ടുക. തൈരും മോരാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആ പാൽപ്പാട നീക്കം ചെയ്ത പാലിനെ എടുത്തിട്ട് തൈരാവാൻ വേണ്ടി വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അത് നല്ല കട്ട തൈരായിട്ടുണ്ടാവും. നമുക്ക് എത്രത്തോളം അത് ജലാംശം കുറവുണ്ടോ അത്രയും നല്ല കട്ട തൈരായിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കട്ടയായിട്ടുള്ള തൈരായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തൈരിൽ നല്ലോണം കാൽഷ്യം കണ്ടൻറ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ കാൽഷ്യം കുറവുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൈര് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾക്ക് ഉച്ചയ്ക്ക് എന്തായാലും ഫുഡിൻ്റെ കൂടെ എപ്പോഴും തൈരുണ്ടാവും. പിന്നെ അതുപോലെ മോരുകറിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതിനെ മിക്സിയിലിട്ട് അടിച്ചിട്ട് മോരാക്കിയിട്ട് അതിനെ മോരുകറിയായിട്ടും വെക്കാറുണ്ട്. അതും എൻ്റെ കറികളിൽ വീട്ടിലിഷ്ടപ്പെട്ട എല്ലാവർക്കുമുള്ള വൺ ഓഫ് ദ ഒരു ഫേവറേറ്റ് കറിയാണ് മോരുകറി. ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലെ പാരൻസിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, വെണ്ണയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെണ്ണ അത്യാവശ്യം കുറച്ചായി കഴിയുമ്പോൾ ഒരു വലിയ ചീനച്ചട്ടിയിലൊക്കെ ഇട്ട് നമുക്ക് ഉരുക്കാനുള്ളൊരു പരുവമായി കഴിയുമ്പോൾ അത്രയാകുമ്പോൾ ഞാനിത് ഉരുക്കാനായിട്ടെടുക്കും. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് അതിനകത്ത് നല്ലോണം ജലാംശമുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊക്കെ അടിച്ചതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഇങ്ങനെ കട്ട വെണ്ണയായിട്ട് എടുക്കാം. പക്ഷേ എനിക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനതിനെ തിളപ്പിച്ച് ജലാംശമൊക്കെ വറ്റിച്ച് ഇങ്ങനെ ഇങ്ങനെ എടുക്കും. എന്നിട്ട് വീണ്ടും അതിൻ്റെ കൊറ്റനെടുത്ത് വെച്ച് കഴിയുമ്പോൾ വീണ്ടും അതിനകത്ത് ഇങ്ങനെ ഊറി വരും. അതെല്ലാം ഫുള്ള് ഇങ്ങനെ 2 അരിപ്പയിലായിട്ട് അരിച്ച് മാറ്റി വയ്ക്കും. നമ്മൾ വെണ്ണ എപ്പോഴും ഉരുക്കുമ്പോൾ നമുക്ക് ഈ കളറല്ലേ കാണാം. ചൂടോടുകൂടി ആകുമ്പോൾ ഈ കളറായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ അടച്ചു വെച്ചിട്ട് പിന്നെ നമ്മുടെ ക്ലൈമറ്റ് ഇങ്ങനെ മാറി വരുന്നതനുസരിച്ചിട്ട് അതിങ്ങനെ ഇരിക്കും തോറും ലൈറ്റ് യെല്ലോയിഷ് കളറിലോട്ട് മാറി വരും. അങ്ങനെ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ ഇതായി നമ്മുടെ നെയ്യായി കിട്ടി. ഇപ്പോൾ ആ നെയ്യ് വെച്ചിട്ട് ഒരു മസാല ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ് മോന്. പിന്നെ ഇത് ഞാനെപ്പോഴും ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുക. പുറത്ത് വെച്ചാലും മതി, പക്ഷെ നമ്മളൊരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ ഞാനെപ്പോഴും ഫ്രിഡ്ജിലാണ് ഇത് വെക്കാറുള്ളത്. നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഈ ഒരു നെയ്യിനെന്ന് പറയുന്നത്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ നെയ്യിനേക്കാളൊക്കെ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. താങ്ക് യു.